ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട്, സീറ്റില്ല എന്നാണ്. എല്ലാ വീട്ടിലെയും കുട്ടികളില്ലേ, ഇവരെന്താണ് പഠിക്കാത്തത്? അധികാര കസേരയിലിരുന്ന് എല്ലാ തോന്നിവാസവും കാട്ടുകയും പാർട്ടി വോട്ട് കൊണ്ട് ജയിക്കാമെന്ന് കരുതിയാണോ? ഞങ്ങൾ പറയും ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ, ഓരോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ പൊതുമനസ്സിന്റെ രാഷ്ട്രീയമുണ്ട്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണ്ടേ? ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണ്ടേ? ഇനിയും തുടരും. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നത് മലബാറിലേക്ക് മന്ത്രി വരാത്തത് കൊണ്ടാണ്. ഞങ്ങളിതിൽ പറയുന്നത്, മന്ത്രി മലബാറിൽ കാലുകുത്തില്ലെങ്കിൽ പേടി തിരുവനന്തപുരത്തുണ്ട്. ഈ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇറങ്ങാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ തടയും. SFIക്കാർക്ക് ആത്മാർത്ഥതയുടെ ഞങ്ങളുടെ കൂടെ, SFIക്ക് ആത്മാർത്ഥതയുടെ ഞങ്ങളുടെ കൂടെ. പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ തെരുവിലാക്കിയ സർക്കാര് രാജിവെച്ച് പോരാ പുല്ല്. അറിയാമുഖ്യ പിണറായി, അറിയാമുഖ്യ പിണറായി, അതുഭരിക്കാൻ അറിയില്ലെങ്കിൽ, അതുഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോരാ പുല്ല്, രാജിവെച്ച് പോരാ പുല്ല്, പോടാ പുല്ല് പിണറായി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, പ്രതിഷേധം. അതിന് ബേക്കറിയാലോ. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. റൈഡുവാ. വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് കിട്ടാത്ത സാഹചര്യം. കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങി 10ാം ക്ലാസ് പരീക്ഷയിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഇന്നത്തെ കേരള സർക്കാരിന്റെ നടപടിയെ തുടർന്നാണ്
സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ സംഘടനകൾ. തിരുവനന്തപുരത്ത് MSFന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറെ പൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. ഇരുന്നും കിടന്നും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു നീക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതോടൊപ്പം തന്നെ വയനാട്ടിൽ KSUവിന്റെ പ്രതിഷേധവുമാണ് കണ്ടത്. കലക്ട്രേറ്റിലേക്കാണ് KSU മാർച്ച് നടത്തിയത്. സീറ്റ് പൂഴ്ത്തിവെച്ചു, കള്ളക്കണക്ക് കാണിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വയനാട്ടിൽ പ്രതിഷേധമുണ്ടായത്. ഏതായാലും തിങ്കളാഴ്ച +1 ക്ലാസ് തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാഭ്യാസ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്.